ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 6 ലക്ഷത്തിലേറെ പലസ്തീനികൾ പലായനത്തിലായി എന്ന് വാർത്ത വരുന്നുണ്ട്. 90 പേര് കൂടി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ ഇസ്രയേലി സൈനികരും ഹമാസും ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഈ വാർത്തയുടെ കൂടുതൽ അപഗ്രഥനത്തിനായി നമുക്കിപ്പം പി ജെയിംസ് ചേർന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. ഈ ജെയിംസ്, ഈ റഫയിലും പശ്ചിമേഷ്യയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ കേട്ട് ലോക സമൂഹം തന്നെ നടുങ്ങിയിരിക്കുക. എസ് കെ എൻ, യുദ്ധം 7 മാസം പിന്നിടുമ്പോൾ വീണ്ടും അവിടുത്തെ ജനസംഖ്യയിൽ 1/3 പേര് ഓട്ടത്തിലാണ്. ഓട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 മാസമായ അവർ നെട്ടോട്ടത്തിലാണ്. ഇപ്പോൾ റഫയിൽ നിന്ന് ഈ 24 മണിക്കൂറിൽ തന്നെ 1 ലക്ഷത്തിലേറെ പേർ പലായനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4.5 ലക്ഷമായിരുന്നു, ഇപ്പോൾ അത് 6 ലക്ഷത്തിലേറെയായി കൂടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ അവിടെ വലിയ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ മരണസംഖ്യ 35,300 അടുത്തെത്തിയിരിക്കുന്നു. 35,000 പേർ കൊല്ലപ്പെടുക, അതും 7 മാസത്തെ യുദ്ധത്തിനുള്ളിൽ. അതിൽ 25,000 പേരും സ്ത്രീകളും കുട്ടികളുമാണ്. കുട്ടികൾ 15,000-ലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലി യുദ്ധം വളരെ ഭയാനകമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. എസ് കെ എൻ, ഇപ്പോൾ വടക്കൻ ഗസയിൽ രണ്ടാമതും കഴിഞ്ഞ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും വടക്കൻ ഗസയിൽ ഇസ്രായേലി സേനയും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. അവിടെ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം റഫയിലേക്കുള്ള ആക്രമണം കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ ടാങ്കുകൾ ഒരു ഭാഗത്ത് നീങ്ങുന്നു, മുകളിൽ നിന്ന് വ്യോമാക്രമണം നടക്കുന്നു. അങ്ങനെയാണ് 90ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റഫയിലും അതുപോലെ തന്നെ വടക്കൻ ഗസയിലെ ജബാലിയ ക്യാമ്പിലുമാണ് ഏറ്റവും വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി സൈനികരും ഹമാസും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ഹമാസിൻ്റെ 2 ബറ്റാലിയനെ കൂടി തകർക്കാനുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഹമാസ് ചെറുത്ത് നിൽക്കുകയാണ്. അവർ തുരങ്കങ്ങളിൽ നിന്ന് ഒളിയുദ്ധം നടത്തുന്നു. എന്തായാലും 7 മാസം പിന്നിട്ടിട്ടും ഹമാസിൻ്റെ ഒരു ഭാഗത്തെ മാത്രമേ അവർക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹമാസ് കൂടുതൽ ശക്തമായിട്ട് ഇറാൻ്റെയൊക്കെ ആയുധങ്ങളുമായിട്ട് പോരാട്ടം തുടരുകയാണ്. എന്തായാലും ഈജിപ്തിൽ നിന്നുള്ള വാതായനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു. അവിടെ പട്ടിണിയാണ്, രോഗങ്ങൾ പടരുന്നു. പലസ്തീൻ ജനത വല്ലാത്ത വിഷമത്തിലാണ്. UN, ഐക്യരാഷ്ട്ര സഭയുടെ പല ബോഡികൾ, അതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടും ഒരു തരത്തിലുള്ള ഇത് കീഴടങ്ങലിനും ഇസ്രായേൽ തയ്യാറാവുന്നില്ല. അതിനിടയിൽ ഒരു കാര്യം കൂടിയുള്ളത് എസ് കെ എൻ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടുത്തെ യുദ്ധകാര്യ ചാർജ് വഹിക്കുന്ന ഗാലന്റ് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുദ്ധം ജയിച്ചാൽ ഇത് ഹമാസ് അല്ലാത്ത പാലസ്തീൻ ഏജൻസിയെ ഏൽപ്പിക്കണം. ഇസ്രായേൽ ഗസയുടെ ഭരണം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഉടൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇത് വന്നു. എന്തായാലും ഇത് ഹമാസ്ഥാനാക്കാനും ഫത്താസ്ഥാനാക്കാനും അനുവദിക്കില്ല. ഇസ്രായേലിൻ്റെ കൺട്രോളിൽ, നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഗസ. അപ്പോൾ യുദ്ധകാല മന്ത്രിസഭയിൽ തന്നെ സ്പ്ലിറ്റുണ്ട്. ഇസ്രായേൽ പ്രതിഷേധം തുടരുന്നു. ബന്ദികളെ വിട്ടയക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും 100-ലേറെ ബന്ദികൾ ഹമാസിൻ്റെ കൈവശമാണ്. ഇസ്രായേലി ബന്ദികൾ. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി വല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ എസ് കെ എൻ, തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തി. തിരിച്ച് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ഈ മണിക്കൂറുകളിൽ അയച്ചു ഹെസ്ബുള്ള. അപ്പോൾ അവർ തമ്മിലുള്ള പോരാട്ടവും ശക്തമായി തുടരുകയാണ് എസ് കെ എൻ. റഷ്യയോടും യുക്രൈനോടും തൊട്ടുകിടക്കുന്ന ജോർജിയയിൽ വൻ കലാപം എന്ന വാർത്ത വരുന്നുണ്ട്. റഷ്യൻ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയതിനെതിരെ ലക്ഷങ്ങൾ തെരുവിലായി എന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് വേഗം നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി ജെയിംസ്. ജോർജിയയിലെ കലാപത്തെക്കുറിച്ച്. എസ് കെ എൻ, ഈ ജോർജിയ റഷ്യയുടെയും ഉക്രൈൻ്റെയും അതിർത്തിയിലാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് ജോർജിയയ്ക്ക് വലിയ പ്രാധാന്യം കൈവരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല, മലയാളികളായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാർ ജോർജിയയിൽ പഠിച്ചെത്തിയവരാണ്. അപ്പോൾ ഈ ജോർജിയയിൽ ഇപ്പോൾ പുതിയതായിട്ട് പാസ്സാക്കിയ നിയമം റഷ്യൻ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയിടുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാട് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ നൈറ്റ് വലിയ പ്രതിഷേധവും റാലിയും ഒക്കെയാണ്. പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു. അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്ക ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ജോർജിയ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഭരണപക്ഷം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമം പാസ്സാക്കിയതിനെതിരെ യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തന്നെ അമേരിക്കയൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. മറുഭാഗത്ത് റഷ്യയോട് അടുപ്പമുണ്ടെങ്കിലും റഷ്യയുമായിട്ട് വല്ലാതെ അടുക്കാനും പോയിട്ടില്ല. പക്ഷെ അവിടെ
നാറ്റോയായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് അടുക്കാൻ പോയാൽ ഉക്രൈനിൽ ഉണ്ടായതുപോലെ റഷ്യ ആക്രമിക്കുമെന്നുള്ള ഭീതിയുണ്ട്. അവിടെ ഭരണപക്ഷം ഒരു ഭാഗത്ത് നിന്ന് 84-30 വോട്ടിനാണ് ഈ നിയമം പാസ്സാക്കിയത്. പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് സലോമി അവർ എതിരാണ് ഈ നിയമത്തിന്. ഭരണപക്ഷത്തിനെതിരെ അത് വീറ്റോ ചെയ്യുമെന്ന് അവർ പറയുന്നു. എന്തായാലും ജോർജിയ വല്ലാത്ത കലാപത്തിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്കാണ് ജോർജിയയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഉക്രൈനിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പലരും ഉക്രൈനിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ജോർജിയയിലേക്കാണ് സ്ഥലം മാറ്റം വാങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും വല്ലാത്ത ആശങ്കയുണ്ട്. SKN. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തി സന്ദർശനത്തിന്. കാരണം ഈ യുക്രൈൻ യുദ്ധത്തിൽ ചൈനയുടെ ഇടപെടലുണ്ടല്ലോ, എന്തായിരിക്കാം ഈ നീക്കത്തിന് പിന്നിൽ? SKN, ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത കാലത്തായിട്ട് സന്ദർശനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാനിലേക്കൊരു യാത്ര നടത്തി, അതിനൊക്കെ വിട്ടുകൊണ്ട് ഒറ്റ ദിവസം പോയി വന്നു. കാരണം അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. അപ്പോൾ റഷ്യയ്ക്ക് അനുകൂലമല്ലാത്ത എയർ സ്പേസിലൂടെ പറന്നാൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അത് റഷ്യ വിട്ടു പോകുന്നില്ല എന്ന് മാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തിനിടയിൽ അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ചൈനയിലേക്ക് സന്ദർശനം നടത്താനായിട്ട് എത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പാണ് ചൈനയിൽ ലാൻഡ് ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഉക്രൈൻ യുദ്ധമാണ് പ്രധാന ചർച്ചാ വിഷയം. അതുപോലെ തന്നെ യൂറോപ്പും അമേരിക്കയുമായിട്ട് വ്യാപാര യുദ്ധം നടക്കെ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം വളരെ ശക്തമായിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൂടിക്കാഴ്ചയെ ഇന്ത്യയും വളരെ ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള റഷ്യ, മറുഭാഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ചൈന. അവർ തമ്മിൽ അടുക്കുന്നത് ഇന്ത്യക്ക് ഒരു തരത്തിലും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് യാത്ര നടത്തുന്നത് തടയാനാവില്ല. പക്ഷെ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോകുന്നത് തടയണമെന്ന അഭിപ്രായമാണ് ഇന്ത്യയിലുള്ളത്. എന്തായാലും അവിടെ വലിയ സ്വീകരണമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ലഭിച്ചത്. അദ്ദേഹം പ്രസിഡന്റായ ശേഷം, 5ാമതും പ്രസിഡന്റായ ശേഷം ഇതാദ്യമായിട്ടാണ് ചൈനയിൽ സന്ദർശനം നടത്തുന്നത്. ആദ്യത്തെ രാജ്യം തിരഞ്ഞെടുത്തത് ചൈനയാണ്. ചൈന ഈ യുക്രൈൻ യുദ്ധത്തിൽ തങ്ങളെ വല്ലാതെ നന്നായി സഹായിച്ചു എന്നുള്ള തുറന്നു പറച്ചിൽ കൂടി സിൻഹോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ, ഏതാനും മണിക്കൂർ മുമ്പ് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു VP ജെയിംസ്. വിദേശ വാർത്തകളിൽ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ